ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. മർക്കസല്ല. അതെ. ഹക്കീം ഉസ്താദ് പറഞ്ഞ പെട്ടി അവിടെ കിട്ടുമോ? സ്റ്റോക്ക് വന്നിട്ടുണ്ടാവോ? ഓ, ഹക്കീം ഉസ്താദ് പറഞ്ഞ ഹക്കീം അസീർ ഉസ്താദ്. ഗിഫ്റ്റ് അല്ലേ? അതെ, ഗിഫ്റ്റ് ഓഫ് പാരഡൈസ്. ഓ, ഒരു 100 ബോക്സ് ഉണ്ടാവോ? എടുക്കാണ്ടാവോ? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് വിളിക്കുന്ന വിദേശത്ത് നിന്നാണ്. നമ്മുടെ ആള് നാട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യാം. നമ്മുടെ മഹലിന് വേണ്ടിയിട്ടായിരുന്നു. ഏത് മഹലിലേക്കാ? ഇത് അഴിയൂർ മുഹിയുദ്ദീൻ പള്ളി മഹൽ. അഴിയൂർ മുഹിയുദ്ദീൻ പള്ളി മഹല്. അതെ. എപ്പോഴേക്കാ വേണ്ടത്? പിന്നെ ഒരു 100-132 ആളുകൾ ചെറിയ മഹലാണ്. അപ്പോൾ ഒരു 100 ബോക്സ് എങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഓ, കൊണ്ടുപോവാം. നാളെ പിന്നെ അതിന്റെ ആളുകളോടൊന്ന് മർക്കസിൽ ബന്ധപ്പെടാൻ പറഞ്ഞാൽ മതി. അത് ശരി. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പൈസ എത്രയെങ്കിലും പെട്ടിക്കായിട്ട്? അതിന് പെട്ടിക്ക് 50 രൂപ, അതിന്റെ താഴെ ആയിട്ട് സംഭാവന എന്താ വെച്ചാൽ സംഭാവന കൊടുക്കാന്നാണ് അതിന്റെ. 50 രൂപ വെച്ചിട്ട്. അപ്പോൾ 100 പെട്ടിക്ക് എന്ന് പറയുമ്പോൾ എത്ര കൊടുത്തേക്കേണ്ടി വരും? 100 × 50. അപ്പോൾ 5000 റുപ്യ വേണ്ടി വരും അല്ലേ? അല്ലേ? ആയിക്കോട്ടെ. പിന്നെ അത് എത്ര സമയം കൊണ്ട് തിരിച്ചേൽപ്പിക്കണമെന്ന് വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. സമയപരിധി ഒന്നുമില്ല അല്ലേ? അത് വീട്ടിൽ നിന്നും ചെയ്യാം. അതിലേക്ക് നിറയ്ക്കാം. എന്നിട്ട് നിറയുമ്പോൾ ചെയ്യാം, മർക്കസിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം. അത് ശരി. അങ്ങനെ. പിന്നെ റസീവർമാർ അതിൽ വരികയാണെങ്കിൽ റസീവർമാർ കളക്ട് ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിയാണ്. അല്ല, അത് റസീവർമാർ മറ്റേ മുകളിലുള്ള ഒരുപാട് വീടുകളിൽ മാസസംഖ്യ വിരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആണ് അല്ലെങ്കിൽ പറയാം. അല്ലാതെ എടുക്കുകയും ചെയ്യാം. അത് ശരിയാ. അല്ല, ഞാനിത് പിന്നെ ചോദിക്കാൻ കാരണം വെച്ചാല് മൊത്തം നിങ്ങൾ പെട്ടിയാടെ സ്റ്റോക്ക് വന്നല്ലേ? സ്റ്റോക്ക് വന്നോ? അത് ചോദിക്കാൻ കാരണം ഒരു 100 പെട്ടി അങ്ങ് പോയി കഴിഞ്ഞാലേ 100 കുടുംബങ്ങളെങ്കിലും രക്ഷപ്പെടുമല്ലോ. കാരണം വെച്ചാല് 100 കുടുംബങ്ങൾ എങ്കിലും ആ പെട്ടി ഞാൻ എടുത്ത് മാറ്റിയാല് കൊണ്ടുപോയി കഴിഞ്ഞാല് അവരെങ്കിലും ആ പൈസ ഇടാതിരുന്നാൽ ഈ മുസൽമാൻ തങ്ങൾക്ക് നേരിടുക എന്ന് പറയുന്ന റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ കള്ളം പറയുന്ന നിങ്ങളെ സ്ഥാപനത്തിലേക്ക് ഒരു 100 കുടുംബെങ്കിലും അതിൽ പൈസ ഇടാതെ രക്ഷപ്പെട്ടിട്ട് അവരെങ്കിലും പാരഡൈസിലേക്ക് പോവും എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 100 പെട്ടി വാങ്ങാന്ന് വിചാരിച്ചത്. കേൾക്കുന്നുണ്ടോ? പെട്ടി വാങ്ങാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രാവിലെ വിളിക്കാം കേട്ടോ. അല്ല, 100 കുടുംബങ്ങളെയും ഒന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന നബിതങ്ങളുടെ പേരിൽ നേരിടുന്നത് പറയുന്ന എന്ന് പറയുന്ന നിങ്ങൾക്കാണോ പൈസ ജനങ്ങൾ തരുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, ഇതുപോലെ നിരവധി വാഗ്ദാന പെരുമഴകൾ നൽകിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ പിഴിഞ്ഞെടുക്കുന്ന ഇവരെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം 40 കോടിയുടെ പള്ളിക്ക് വേണ്ടി കോടികൾ പിരിച്ചു. തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി കോടികൾ പിരിച്ചു. ഇത് ഏറ്റവും അടുത്ത കാലത്തായി നമ്മുടെ മുമ്പിലുള്ള ചില നഗ്നമായ സത്യങ്ങൾ മാത്രം. ഇപ്പോൾ വീണ്ടും മറ്റൊരു പിരിവുമായി പ്രവാചക പ്രകീർത്തന വേദിയിൽ 10,000 ഒഴുകിയെത്തുന്ന വേദിയിൽ വെച്ച് അത് അനൗൺസ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ മാർക്കറ്റിംഗ് ലഭിക്കുകയും അതുവഴി ഒരു പണപ്പിരിവ് കൂടുതൽ എളുപ്പമാവുകയും ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഇവർ നടത്തുന്ന മറ്റൊരു സാമ്പത്തിക ചൂഷണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരം ആളുകളുടെ വലയിൽ ഇനിയും ഒരാളും കുരുങ്ങിപ്പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മർക്കസിൻ്റെ ഓഫീസിൽ വിളിച്ച് ഒരു 100 പെട്ടിയെങ്കിലും വാങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചത് വെറുതെയല്ല. അവരുടെ കയ്യിലുള്ള പെട്ടികളിൽ നിന്ന് ഒരു 100 എണ്ണമെങ്കിലും കുറഞ്ഞു കിട്ടുമ്പോൾ ഒരു 100 കുടുംബമെങ്കിലും ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്നുള്ള ചിന്ത മാത്രം.
കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പച്ചയായ കളവ് പറയുകയും അത് സ്ഥാപിക്കാൻ വേണ്ടി ഇമാമിങ്ങളുടെ സഹാബത്തിൻ്റെ പേര് വെച്ച് ഒരു വ്യാജ സനത് നിർമ്മിക്കുകയും അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നുണകളുടെ പെരുമഴ തീർക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖസായിസ് ലോക മുസ്ലിം ഉമ്മത്ത് ലോക സുന്നി സമൂഹം അംഗീകരിച്ച നബി തങ്ങൾക്കൊരിക്കലും നിഴലില്ല എന്ന വാദം മാറ്റിമറിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുകേശം അത് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അണികളെ വാർത്തെടുക്കുകയും അതിനു വേണ്ടുന്ന പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരു വിഭാഗം അവർ വീണ്ടും ഗിഫ്റ്റ് ഓഫ് പാരഡൈസ് എന്ന പേരിൽ ഒരു പിരിവുമായി രംഗത്തിറങ്ങുമ്പോൾ അതിന് ഗിഫ്റ്റ് ഓഫ് പാരഡൈസ് എന്നല്ല, ഗിഫ്റ്റ് ഓഫ് ഹെൽ എന്നായിരിക്കും കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങൾ അവരിൽ നിന്ന് അടർത്തി മാറ്റുന്ന പരാമർശങ്ങൾ നിരന്തരം നേതാക്കന്മാർ തിരുത്തിയിട്ടും അതിനെ തിരുത്തിക്കാനോ രംഗത്ത് വരാത്ത നേതൃത്വം, ഇവർ ഇത്തരം സാമ്പത്തിക ചൂഷണവുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ തടയിടാനുള്ള ചെറിയൊരു മാർഗം എന്നതു മാത്രമേ ഈ ഫോൺ കോൾ കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ.